ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾ +1 പ്രവേശനം നേടി. 3 പേർ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും 2 പേർ കോഴിക്കോട് നഗരപരിധിയിലെ സ്കൂളുകളിലുമാണ് പ്രവേശനം നേടിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഷഹബാസ് കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ 5 പേർ +1 പ്രവേശനം നേടിയത്. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 വിദ്യാർത്ഥികൾ താൽക്കാലികമായും ഒരാൾ സ്ഥിരമായും പ്രവേശനം നേടി. കുട്ടികളെ പാർപ്പിച്ച വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ നിന്നും കനത്ത പോലീസ് സുരക്ഷയിലാണ് വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിച്ചത്. സ്കൂൾ മാറാനുള്ള താൽപര്യം വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ +1 പ്രവേശനം നേടിയത് വേദനാജനകമാണെന്നും ഉചിതമായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ അവസാനിക്കൂ എന്നും സുപ്രീം കോടതി വരെ പോരാട്ടം നടത്താൻ തയ്യാറാണെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. നീതി ലഭിച്ചില്ല, നമ്മൾ ബാക്കിയുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. എന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉചിതമായ തീരുമാനം എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവേശനം നേടിയതിനെതിരെ അത് ഗവൺമെന്റ്, അതായത് ഇവിടുത്തെ നീതിന്യായ വകുപ്പ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തി ചെയ്ത കുട്ടികൾക്ക് അവിടെ തടഞ്ഞു വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഓരോ രക്ഷിതാക്കളും ഇത് കാണുന്ന സമയത്ത് പറയുന്ന അഭിപ്രായങ്ങൾ ജനസമൂഹം. കുറ്റാരോപിതരായ 2 വിദ്യാർത്ഥികൾ കോഴിക്കോട് നഗരപരിധിയിലെ സ്കൂളിലാണ് പ്രവേശനം നേടിയത്. സ്കൂളിന് പുറത്ത് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.